എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. നമുക്ക് ഇഷ്ടമൊന്നുമില്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കേ എല്ലാവരും ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ ഹോം ടൂർ ഒന്ന് കാണിക്കണം, നമ്മളുടെ വീടൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പലപ്പോഴും അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടു കാണും. മൊത്തം കാണിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. എങ്കിലും ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്, എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും മറുപടി പറയുന്നത്, നമുക്ക് നല്ല വീട്ടിലൊക്കെ പോയി താമസിച്ചിട്ട് അന്നേരം നമുക്കിടാമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചപ്പോഴും അന്നേരം കാണാൻ ഒരു രസം കാണത്തില്ല. നമ്മൾ അപ്പോൾ ഉള്ള കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ അതിനൊരു ഭംഗി കൂടുതൽ. അന്ന് നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിടുമ്പോഴേക്കും അത് എന്നാ നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ കാലത്ത് നമ്മൾ ഇടുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അന്നേരം ഇതിന് വലിയ രസമൊന്നും കാണത്തില്ല. അപ്പോൾ ഇപ്പം നമുക്കൊരു ഹോം ടൂർ ചെയ്യാം. ഈസ്റ്റർ ദിനത്തിൽ ഇന്നത്തെ സ്പെഷ്യലായിക്കോട്ടെ ഈ വീഡിയോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ താഴേന്ന് കണ്ടോ, താഴേന്ന് കയറി വരുന്ന വഴിയാണ് ഇത്. അപ്പോൾ വഴിയുടെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഗേറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മളുടെ വീടുള്ളത്. അപ്പോൾ നല്ല വേനലൊക്കെ ആയതുകൊണ്ട് എല്ലാം കരിഞ്ഞൊക്കെ കിടക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷി കാണിക്കാനൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കയറി വരുന്ന വഴിക്ക് ഇതാണ് നമ്മളുടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പല വീഡിയോകളിലും. പിന്നെ ഇവിടെ ആകപ്പാടെ നിൽക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ, അതും വാടി കരിഞ്ഞ് കുരഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഇത് ഒരു പടവലങ്ങയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ ചേട്ടാ അവിടെ നിന്ന് പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കൂടെ നമ്മുടെ പൊന്നപ്പൻ്റെ വീട് കണ്ടിട്ട് പോകാം അല്ലേ. പൊന്നപ്പൻ്റെ ആ ഭാഗത്തുണ്ട്. ഇതാണ് പൊന്നപ്പൻ്റെ വീട്. പൊന്നപ്പനെ താമസിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു വീടൊക്കെ സെറ്റാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് കയറാൻ പോകാം. അപ്പോൾ വീടിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ ആ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ മൊത്തത്തിൽ ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുന്ന ഇത് നമ്മളുടെ തിണ്ണ എന്ന് പറയാം, വരാന്ത എന്ന് പറയാം ഈ സാധനം. അപ്പോൾ നമ്മളിവിടെ ചാക്കൊക്കെ നിറച്ച് വെച്ചിട്ടാണ് തിണ്ണ ഉണ്ടാക്കിയിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഒരു ഹാളെന്ന് പറയാം ഇതിനെ. അപ്പോൾ ഹാളെന്ന് പറയുമ്പോൾ ഇതൊക്കെ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കുടിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനത് മുഖത്ത് നോക്കി പറയാം. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ വാതിലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാളെന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് ഞങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ, എപ്പോഴൊക്കെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടോ ആ സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. അപ്പം നേരത്തെ നമ്മൾ വീടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് അങ്ങനെ കഴിക്കുമായിരുന്നു. ആ സമയത്താണ് കുശുമ്പും കുന്നായ്മകളും നല്ലതും ഭാവി കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സമയവുമാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പം ജിനു വല്ലപ്പോഴേ വരുള്ളൂ. പിന്നെ ഞങ്ങൾ 4 പേരാണല്ലോ. ഇതാണ് ഞങ്ങളുടെ ജെഫിൻ്റെ ചോറുണ്ണുമ്പോൾ ഇരിക്കുന്ന കസേരയാണത്. ഞാനിവിടെ ഇരിക്കും, അല്ലെങ്കിൽ ജെഫിനും ചേട്ടായും കൂടെ ഇവിടെ ഇരിക്കും. ഞങ്ങൾ 4 പേരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കും. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ കേട്ടോ. ഡൈനിങ് ഹാളും തിണ്ണയും എല്ലാം ഒന്നാണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭിത്തിയും ഇതിൻ്റെ മേൽക്കൂരയും എന്ന് പറയുന്നത് നീലപ്പടുതായാണ് കെട്ടിയിരിക്കുന്നത് കണ്ടോ. ഞാനല്ലാതെ കടിക്കാം. ഇപ്പോൾ നമ്മളുടെ ഹാളെന്ന് പറയും, തിണ്ണ ഇതവിടെ വരും, നമ്മുടെ ഡൈനിങ് ഹാൾ ഇത് വരും. പിന്നെ ഇങ്ങോട്ടുള്ളത് നമ്മളുടെ കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്നത് പിന്നെ ഈ പഴങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് സോണിച്ചേട്ടൻ ഉണ്ടാക്കി തന്നത്. അങ്ങനെ കുറേ അലുകുലത്ത് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന സ്ഥലമാണിത്. പിന്നെ നമുക്ക് നമ്മുടെ അടുക്കള കാണാം. അപ്പം നിങ്ങൾ അടുക്കളയെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മളുടെ വീഡിയോയിലെല്ലാം അടുക്കള വരാറുണ്ട്. ഇതാണ് നമ്മുടെ അടുക്കള. നമ്മുടെ ജെറിൻ എന്നെ വരച്ച് തന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്. എല്ലാം പൊടിയായി കേട്ടോ. അടുക്കളയ്ക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സെറ്റപ്പാണ്. കുറച്ച് പഴയ ഷീറ്റ് എടുത്ത് ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല എയർ കണ്ടീഷണറാണ്. അതുപോലെ ഇതാണ് നമ്മളുടെ ബെഡ്റൂമും സ്റ്റോർ റൂമും എല്ലാം കൂടെ വരുന്നൊരു ഏരിയയാണ് ഇത്. നമ്മളിവിടെ ഒരു 5-6 മാസം കറണ്ടില്ലാതെ താമസിച്ചത് കേട്ടോ. ഇത് നമ്മളുടെ അരികൾ, മറ്റേ പച്ചരി, ചാക്കരി, അങ്ങനെയുള്ള കുത്തരി, അങ്ങനെയുള്ള അരികളൊക്കെയാണ്. പിന്നെ ഇത് കുറച്ച് പുസ്തകങ്ങളൊക്കെ, വായിക്കാനൊന്നും സമയം കിട്ടാറില്ല എങ്കിലും. പിന്നെ ഇതാണ് നമ്മളുടെ എല്ലാം കൂടെ വരുന്നൊരു സ്ഥലമാണ്. ബെഡ്റൂം, സ്റ്റോർ റൂം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സൂക്ഷിക്കേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ ഇവിടെയാണ് സൂക്ഷിക്കാറുള്ളത്. ഇപ്പം മുട്ടയായിട്ടും അങ്ങനെയുള്ള പച്ചക്കറി പറിക്കുമ്പോൾ അതായിട്ടും എല്ലാം നമ്മളിവിടെയാണ് സൂക്ഷിക്കുന്നത്. അങ്ങനൊരു സ്ഥലമാണ് ഇത്. കലണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വെട്ടമില്ലാത്തത് നമ്മളുടെ ഈ
നീലപ്പെടുതാടെ ഇത് കാരണം ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോയും കുക്കിംഗ് വീഡിയോ ഒന്നും അടുക്കളയിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ശരിയാവത്തില്ല. കാരണം ഈ വെട്ടം ഇങ്ങനെ കറുത്തിരിക്കും, നമ്മളുടെ ശരിക്കുള്ളത് കാണിക്കത്തില്ല. ഈ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കാണണമെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലല്ലേ എല്ലാവരും കാണത്തുള്ളൂ. വീഡിയോയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പം. വെള്ളം പോകുന്നു നിർത്തട്ടെ. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് നമ്മളുടെ പിള്ളേരുടെ ബെഡ്റൂമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ അടുക്കള ബെഡ്റൂം, നമ്മളുടെ ഹാളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ജെറിൻ്റെയും ജെഫിൻ്റെയും ജിനുവിൻ്റെയും ബെഡ്റൂമാണ്. അപ്പോൾ നമുക്കത് കാണാൻ പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ബെഡ്റൂം, പിള്ളേരുടെ. മിസ്റ്റർ കുത്തിവര കണ്ടോ, അവൻ്റെ ഭിത്തിയാണിത്. അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മളുടെ ജെഫിൻ്റെ ഏരിയ, ജെഫിൻ കിടക്കുന്ന സ്ഥലം, ജെഫിൻ്റെ ബെഡ്റൂം എന്ന് പറയാം. ജെഫിന് ആകെ എൻ്റെ അടുത്ത് ഒരാഗ്രഹമേ പറഞ്ഞിട്ടുള്ളൂ, അമ്മ അറപ്പില്ലാതെ കാലൊന്നും ഭിത്തിയെ വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അവന് ചെയ്തു കൊടുക്കണമെന്ന്. ഇപ്പോഴല്ല കേട്ടോ, സാധിക്കുന്ന സമയത്ത്. അപ്പോൾ ജെഫിൻ്റെ ഏരിയയാണിത്. ജെഫിൻ്റെ ഏരിയയിൽ നമ്മൾക്കധികം പ്രവേശനം ഇല്ല. അതായത് ഈ ഒരു ഏരിയ, ഇത്ര ഏരിയ മാത്രമാണ് അവനുള്ളത്. അതിൽ നമ്മൾ ഇരിക്കാനോ അല്ല മറ്റുള്ള ഒരു കാര്യത്തിനും അതവന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യാറില്ല. അവന് വേറൊരു ഇതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളുടെ ജെറിൻ്റെ കരവിരുതാണ്. പിന്നെ ജെറിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ജെറിൻ്റെ ഏരിയയിൽ ഇവിടെ ആരെങ്കിലും വിരുന്നുകാർ വിരുന്നുകാർ മീൻസ് നമ്മുടെ ജിനു ആണ് വിരുന്നുകാരിയായിട്ട് വരുന്നത്. ജിനു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സൗകര്യക്കുറവ് കൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാവരും തന്നെ ഓരോരോ വീടുകളിലൊക്കെ നിന്നാണ് പഠിച്ചത്. എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ വീടുകളിൽ നിന്നിട്ടായിരിക്കും പഠിക്കുന്നതൊക്കെ. ഇപ്പോൾ ജിനു പഠിക്കുന്നത് എൻ്റെ ഒരു ആൻറ്റിയുടെ മോൻ്റെ ബിബിൻ്റെയൊക്കെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം അവർക്ക് കിട്ടത്തില്ല. മഴയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഭയങ്കര പൊടപൊടപൊടയെന്ന് ഒച്ചയായിരിക്കും. പല ദിവസങ്ങളിലും രാത്രിയിലും ഞങ്ങൾ കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ട് കിടക്കും. കാരണം പുറത്തുള്ളതിലും ഭയങ്കര ഇതായിരിക്കും അകത്ത് മഴ പെയ്യുന്നത്. അപ്പോൾ നമ്മളവർക്ക് ഏതാണ്ടല്ലോ ഉരുണ്ടിറങ്ങി വരുന്ന പോലൊക്കെ തോന്നും. അപ്പോൾ പേടിച്ചിട്ട് കണ്ണടയ്ക്കാൻ പോലും പറ്റാതെ മഴക്കാലം അങ്ങനെ പോകും. വേനൽക്കാലം ചൂട് കാരണം നമുക്കിതിനകത്ത്, കാരണം കുഞ്ഞതല്ലേ, പിന്നെ ഈ തകര ഷീറ്റായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തിരുന്ന് ഈ പിള്ളേർക്ക് പഠിക്കാനും ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥയും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഓരോ വീടുകളിലൊക്കെ നിന്നാണ് പഠിച്ചത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ. അപ്പം നമുക്കിനി മിസ്റ്റർ കുത്തിവരയുടെ കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ മിസ്റ്റർ കുത്തിവര ഇതിൻ്റെ ഭിത്തികളെല്ലാം തന്നെ അവൻ്റേതാണ് കേട്ടോ. ജെഫിന് ഈ കട്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവനാണ് യൂസ് ചെയ്യുന്നത്, ഈ മുറിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇതാണ് അവൻ്റെ കരവിരുതുകളാണ് ഈ കാണുന്നതൊക്കെ. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോറിയൊക്കെ ഉണ്ടാക്കി ഇതെങ്ങനെയാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നതെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഏതാണ്ടൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. മോഹൻലാലിനെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിലൊരു ഓമിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഒരു മേടിച്ച വണ്ടിയാണ്. പിന്നെ ഒരു കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇരിപ്പുണ്ട്. ഒരു ജീപ്പ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ മുകളിൽ വേറൊരു കാർ ഇരിപ്പുണ്ട്. അങ്ങനെ ഇതാണ് അവൻ്റെ ലോകമാണിത് കേട്ടോ, ജെറിൻ്റെ ലോകം എന്ന് തന്നെ പറയാം. ഇതിനകത്തായിരിക്കും ഫുൾ ടൈം അവനുള്ളത്. ഇതാണ് ജിനുവിൻ്റെയും ജെറിൻ്റെയും ബെഡ്റൂം. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ കാണാം. ഇത് നമ്മളുടെ ജെറിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ, ഫുൾ ജെറിൻ്റെ വർക്ക്ഷോപ്പാണ്. ഇത് ഞാൻ ഒതുക്കാനൊന്നും പോയിട്ടില്ല, കാരണം ഇതിനകത്ത് ഒതുക്കിയാൽ എന്തൊക്കെ എടുത്ത് കളയാനുണ്ട് കളയാനില്ല എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ചക്കാലക്കിലെ ലോറിയൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് നോക്കിയാൽ കുറേ സാധനങ്ങൾ ഇവിടെ കാണും. ഫ്ലയറായിട്ടും അതായിട്ടും ഇതായിട്ടും ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. പിന്നെ നമുക്കുള്ളത് നമ്മുടെ ബാത്റൂമാണ്. അതാണ്, പിന്നെ അങ്ങോട്ട് നമ്മൾ പോകണ്ടല്ലോ. അപ്പോൾ അതാണ് അവിടെ. അല്ല, അപ്പോൾ നമ്മുടെ ഹോം ടൂർ പെട്ടെന്ന് തീർന്നല്ലേ. ഞങ്ങൾ ചേട്ടായി പണിയായിരുന്നു, ഇപ്പോൾ കയറി വന്നേ ഉള്ളൂ. ഹോം ടൂർ കുറച്ചായിട്ട് ഇച്ചിരിയേ ഉള്ളൂ ചെയ്യാനായിട്ട്. എന്തായാലും ഞാൻ വീടിൻ്റെ ചുറ്റും മൊത്തം ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഒരു വശം. ഇതാണ് നമ്മുടെ വീടിൻ്റെ മറുവശം. ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ, ബിൻസി ഒരു ദിവസം ഞങ്ങൾ വന്ന് താമസിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ താമസം അത്ര രസമുള്ള അത്ര ഇതുള്ള താമസമൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ആരും ആഗ്രഹിക്കട്ടോ, ഉള്ള വീട്ടിൽ നല്ല വീട്ടിലൊക്കെ താമസിച്ചാൽ മതി. ഇതാണ് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു അതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ഈസ്റ്റർ ദിനാശംസകൾ കൂടെ. ഇതൊന്നും കണ്ട് നിങ്ങളിങ്ങനെ സഹതപിച്ചുള്ള കമൻ്റ് ഒന്നും ഇട്ടേക്കരുത് കേട്ടോ, അത് നമുക്ക് ആവശ്യമേ ഇല്ല. എല്ലാവരും നമ്മളിപ്പോൾ ഇങ്ങനെ ചില വയ്യാത്ത ആളുകളെയൊക്കെ കാണും ഭയങ്കര സഹതാപത്തോടെ നോക്കുമ്പോൾ
അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് നമുക്ക് സഹതാപമല്ല ആവശ്യമെന്ന് പറയുന്ന പോലെ സഹതാപമൊന്നും വേണ്ട. കാരണം ഇത് ഒരുവിധം ആളുകളെല്ലാം ഫേസ് ചെയ്തിട്ട് പോയിട്ടുള്ള നമ്മുടെ ഈ തലമുറകളിൽ ഈ കഴിഞ്ഞ തലമുറയിൽ എല്ലാവരും തന്നെ ഫേസ് ചെയ്തിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ താമസവും കാര്യങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സഹതാപത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു ഘട്ടമാണ്. ഈ ഘട്ടങ്ങൾ മാറി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വേണ്ടേ? നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്നേ. അതിന് പിന്നെ ആരും സങ്കട കമൻറ്റ് ഇടരുത്, ആരും സങ്കട ഇമോജി ഇടരുത്. എല്ലാം ശരിയാകും എന്നുള്ള കമൻ്റ് ഒന്നും വേണ്ട. പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് മാത്രം മതി കേട്ടോ. ഓക്കെ, ബൈ.